ഹലോ ഗായ്സ്, ഇന്നൊരു ലീവുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പോയതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. ആദ്യം തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ദൊണ്ണെ ബിരിയാണി കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൊണ്ണെ ബിരിയാണി. ഹരിയേട്ടന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഫുഡും കഴിച്ച് ബില്ലും മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ കാറിലോട്ട് പോയി. ഡ്രൈവർ ശരിക്കും എനിക്ക് ആ കടയുടെ പേരെന്താണെന്ന് എനിക്ക് വായിക്കാറില്ല, ബിക്കോസ് എനിക്ക് കന്നഡ അറിയില്ല. അപ്പൊ കന്നഡ അറിയുന്ന ഹസ്ബൻഡിനോട് ചോദിക്കാം അതെന്താണ്. ദൊണ്ണെ ബിരിയാണി ഹൗസ് എന്നാണ് ഷോപ്പിന്റെ പേര്. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇഷ്ടമല്ല അല്ലെങ്കിലും ഹരിയേട്ടന് ദൊണ്ണ ബിരിയാണി ഇഷ്ടമല്ല, അതുകൊണ്ട് പച്ച കളർ ബിരിയാണി ഒന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല. ഇതിന് പച്ചയല്ല, പച്ചയല്ല മഞ്ഞയാണ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ തല്ലുകൂടിയിട്ട് നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. സ്റ്റുഡിയോയിൽ പോയാൽ നമ്മൾ കണ്ണാടി കാണുമല്ലോ, കണ്ണാടി കണ്ട നമ്മൾ 1-2 വീഡിയോസൊക്കെ എടുക്കാൻ അത് നിർബന്ധമല്ലേ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ 2-3 എണ്ണം ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ഡ്രസ്സും പിന്നെ ഒരു ചെരുപ്പും മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് വീട്ടിലോട്ടാണ്. വീട്ടിലെത്തിയിട്ട് ഞാൻ നേരെ അൻഷുവിൻ്റെ അടുത്തേക്കാണ് പോയത്. പോയപ്പോൾ അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഞാനിരുന്നു. രാത്രി ഞങ്ങൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാറ് വീട്ടിൽ വെച്ചിട്ട് ബൈക്കിലാണ് ഞങ്ങൾ പോയത്. പിന്നെ ഈ ബാംഗ്ലൂർ ട്രാഫിക്കിൽ കാറിനേക്കാളും എത്രയോ നല്ലതാണ് ബൈക്ക്. പിന്നെ ബൈക്കിൽ ഞങ്ങൾക്കൊരു നൈറ്റ് ഡ്രൈവും കൂടി ആവാലോ എന്ന് ഞാൻ വിചാരിച്ചു. മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല അടിപൊളി മൂവിയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം മമ്മൂക്കയുടെ നല്ലൊരു മൂവി കണ്ടു. പിന്നെ ഞങ്ങൾ അങ്ങനെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡും കഴിച്ച് അങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി ഇനിയൊന്ന് സുഖമായി കിടന്നുറങ്ങണം. അപ്പം എന്നാൽ ഓക്കെ, ബൈ.